വർഷത്തെ ആറ്റുകാൽ പൊങ്കാല 2026 മാർച്ച് 3-ാം തീയതിയാണ്. കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും നിരവധി ആളുകളാണ് ആറ്റുകാൽ പൊങ്കാലയിടാനായി തലസ്ഥാന നഗരിയിൽ എത്തുന്നത്. ആറ്റുകാൽ പൊങ്കാല എന്ന് കേൾക്കുമ്പോൾ തലസ്ഥാനത്തുള്ളവർക്കൊക്കെ വളരെ വലിയ ആഘോഷം മാത്രമല്ല, ഒരു വലിയ ഭക്തിസാന്ദ്രമായ നിമിഷത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഇത്തവണത്തെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. BJP കോർപ്പറേഷൻ പിടിച്ചെടുത്തതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ ആറ്റുകാൽ പൊങ്കാലയാണ് മാർച്ച് 3-ാം തീയതി വരാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ ഭരിച്ച കമ്മ്യൂണിസ്റ്റുകാർ അവിടെ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ചെയ്തില്ല എന്നുള്ള കാര്യങ്ങൾ തലസ്ഥാന നിവാസികൾക്ക് നന്നായിട്ട് അറിയാം. കഴിഞ്ഞ ദിവസം മേയർ VV രാജേഷിന്റെ അദ്ദേഹം ഈ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് തലസ്ഥാനത്ത് നടത്തുന്ന ക്രമീകരണങ്ങളെ കുറിച്ച് പറയുകയുണ്ടായി. അതിൽ പറഞ്ഞത് 29 റോഡുകളിൽ 15 റോഡുകൾ കൃത്യമായി ടാറിട്ട് വൃത്തിയാക്കി ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതായത് 29 റോഡിൽ 15 എണ്ണം ഈ മാസം 15-ാം തീയതിക്ക് മുമ്പേ, അതായത് ഫെബ്രുവരി 15-ാം തീയതിക്ക് മുമ്പേ റോഡുകളെല്ലാം വൃത്തിയാക്കി, അല്ലെങ്കിൽ ടാറിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന റോഡുകൾ, കുണ്ടും കുഴിയായി കിടക്കുന്ന റോഡുകളൊക്കെ വൃത്തിയാക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് 15-ാം തീയതി മുതൽ 20-ാം തീയതിക്കകത്ത് എല്ലാ പണികളും പൂർത്തിയാകും എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഈ നേരത്തെ 2021-ലാണ് ഈ കോവിഡുമായി ബന്ധപ്പെട്ട് കൊറോണ നമ്മളെ എല്ലാം കാർന്നു തിന്നുന്ന ഒരു സമയത്താണ് ആറ്റുകാൽ പൊങ്കാല ചെറിയ രീതിയിലാണ് അന്ന് നടന്നത്. മാറ്റി വച്ചില്ല. അമ്പലത്തിനകത്ത് ചെറിയ രീതിയിൽ ജനങ്ങൾ ആരോടും വരണ്ട, കാരണം അന്ന് പരസ്പരം ഇടപഴകിയാലൊക്കെ ഉണ്ടാകുന്ന രോഗത്തിന്റെ അതിതീവ്രത നമ്മളെയൊക്കെ ഭയപ്പെടുത്തിയിരുന്നു. പക്ഷെ ആ സമയത്ത് ഇല്ലാത്ത പൊങ്കാലയുടെ പേരിൽ പണം അടിച്ചു മാറ്റിയ ഒരു മേയർ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ആരോപണം വലതുപക്ഷവും BJPയും അന്ന് വലിയ രീതിയിൽ ആരോപണം നടത്തിയിരുന്നു. അതായത് ചുടുകട്ടയുടെ പേരിൽ, അവിടെ ക്ലീൻ ചെയ്തതിന്റെ പേരിൽ, ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ചെലവാക്കിയ പണത്തിന്റെ പേരിലൊക്കെ ഒരുപാട് തട്ടിപ്പ് അഴിമതി നടത്തിയിരുന്നു എന്നുള്ള ആരോപണം ആര്യ രാജേന്ദ്രനെതിരെ ഉയർന്നു കേട്ടിരുന്നു എന്നുള്ളതാണ്. പിന്നീട് അത് വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾക്കൊക്കെ കാരണമായി. കാരണം ഈ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞതിന് ശേഷം തലസ്ഥാന നഗരി മുഴുവൻ അന്ന് വൈകുന്നേരത്തോടു കൂടി, രാവിലെ പൊങ്കാല തുടങ്ങി വൈകിട്ട് നേദിപ്പ് കഴിഞ്ഞ് ശേഷം തുടങ്ങും ഈ തലസ്ഥാന നഗരി വൃത്തിയാക്കുന്നത്. അപ്പോൾ ആ വൃത്തിയാക്കൽ മുതൽ അന്ന് രാത്രി കൊണ്ട് തന്നെ പഴയ രീതിയിൽ, അതായത് മാർച്ച് 2-ാം തീയതി എങ്ങനെയാണോ കിടന്നത് അതുപോലെ തന്നെ മാർച്ച് 4-ാം തീയതി നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ് തലസ്ഥാന നഗരിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തവണ അതിലൊക്കെ കൃത്യമായ ഒരു ക്രമീകരണങ്ങൾ നടത്തി ജനങ്ങൾക്ക്, അല്ലെങ്കിൽ അവിടെ എത്തുന്ന പൊങ്കാലയ്ക്കായി എത്തുന്ന ആളുകൾക്ക് കൃത്യമായ അവർക്ക് വരാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കുന്ന തരത്തിലേക്ക്, അതായത് ഒരു തരത്തിലും ഒരു അപാകതകൾ ഉണ്ടാകാതെ മുന്നോട്ട് പോകണം എന്നാണ് VV രാജേഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഒരുപക്ഷെ ഈ തലസ്ഥാന നഗരിയിൽ വികസനം മറ്റു കാര്യങ്ങളൊക്കെ BJP വന്നതിന് ശേഷം തലസ്ഥാന നഗരി തന്നെ മാറണം എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന മേയർക്ക് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും BJPക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ് 46 വർഷം തലസ്ഥാനം കയ്യിൽ വെച്ചിരുന്ന CPM-ൽ നിന്ന് അത് BJPയിലേക്ക് ജനങ്ങൾ എത്തിച്ചത് എന്ന് പറയുന്നത്. അവിടെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ, ഇപ്പോൾ BJP സ്പായുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ആ തിരുവനന്തപുരത്തെ ഒരു സ്പാ പൂട്ടിച്ചതുമായി ബന്ധപ്പെട്ട് അത് BJPയുടെ ഒരു നേതാവിന്റെ സ്പായാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില പോസ്റ്റുകളും കമന്റുകളും ഒക്കെ പല തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. പക്ഷേ നിലപാടുകൾ എടുക്കുന്നതിൽ, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ സ്വന്തം പാർട്ടിക്കകത്തുള്ളവരാണോ എന്ന് പോലും ചിന്തിക്കാതെ, അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലെങ്കിൽ അതിൽ കൃത്യമായ നിലപാടെടുക്കാൻ BJP ശ്രമിക്കാറുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നേരത്തെ യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ ഇതുപോലെയാണ് അനധികൃതമായ കെട്ടിടങ്ങൾ ഇടിച്ചു പൊളിച്ച്, ബുൾഡോസർ കൊണ്ട് ഇടിച്ചു പൊളിച്ച് കളയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ബുൾഡോസർ രാജ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പലരും അത് അധിക്ഷേപിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ 40 വർഷത്തോളം പഴക്കമുള്ള BJP ഓഫീസ് ഇടിച്ചു പൊളിച്ച് കളഞ്ഞു എന്നുള്ളത് വലിയ വാർത്തയായിരുന്നു. അതായത് 40 വർഷം പഴക്കമുള്ള BJP ഓഫീസാണെങ്കിലും അനധികൃതമായാണ് അവിടെ ആ കെട്ടിടം പണിഞ്ഞതെങ്കിൽ അത് ഇടിച്ചു പൊളിച്ച് കളയുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അത്തരത്തിലൊരു നിലപാട് യോഗി ആദിത്യനാഥ് എടുത്തത്. അതുപോലെ തന്നെയാണ് മേയറും ഇവിടെ നിലപാടുകൾ സ്വീകരിക്കുന്നത്. അതായത്
ഏതൊക്കെ തരത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് തലസ്ഥാന നഗരിയെ ഏത് തരത്തിൽ മാറ്റിയാൽ മാത്രമേ BJPക്ക് അടുത്ത കടമ്പ കടക്കാൻ കഴിയൂ. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഈ മാസം അവസാനത്തോടു കൂടി ഒരുപക്ഷെ ഡേറ്റ് ഡിക്ലെയർ ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നീട് BJP സംബന്ധിച്ചിടത്തോളം BJP ഒരു 30 സീറ്റൊക്കെ പ്രതീക്ഷിക്കുന്നു. അവർ പറഞ്ഞാൽ കൂടിയും ഒരു 5 സീറ്റ് കൃത്യമായി BJP പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വട്ടിയൂർക്കാവും തിരുവനന്തപുരവും ആലപ്പുഴയും കൊല്ലവും ഒക്കെ BJP പ്രതീക്ഷ വയ്ക്കുന്ന, പാലക്കാടും ഒക്കെ BJP പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളാണ്. ഇപ്പോൾ പാലക്കാട് K സുരേന്ദ്രനാണെന്ന് പറയുന്നു, തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ, വട്ടിയൂർക്കാവ് ശ്രീലേഖയോ ആണെന്നൊക്കെ പറയുന്നു. സ്വാഭാവികമായും ജനപിന്തുണയുള്ള നേതാക്കന്മാരെ നിർത്തിക്കൊണ്ട് ഇത്തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടുക എന്നുള്ളതാണ് BJPയെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത്. അതിന്റെ തുടക്കം തലസ്ഥാനത്ത് നിന്നാകണം. ജനങ്ങൾക്കൊരു വിശ്വാസം വേണം. പ്രത്യേകിച്ച് BJP ഇതുവരെ അധികാരത്തിൽ രാജഗോപാലിന് ശേഷം BJPയുടെ ഒരു MLA ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ സുരേഷ് ഗോപി ഒരു MP ആണെങ്കിൽ പോലും സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം പലരും പറയുന്നത് സുരേഷ് ഗോപി ഒരു സിനിമാ നടനിൽ നിന്ന് ഇപ്പോഴും താഴെ ഇറങ്ങി വന്നിട്ടില്ല. ഈ ജനങ്ങൾ കണ്ട ഒരു രാഷ്ട്രീയ നേതാവുണ്ട്. എത്രയൊക്കെ കലിപ്പിലാണെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ എത്തുമ്പോൾ ചിരിക്കുക, ചെയ്യാൻ കഴിയില്ല എങ്കിലും വാഗ്ദാനങ്ങൾ നൽകുക, ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യാം എന്ന് പറയുക, അങ്ങനത്തെ ചില രാഷ്ട്രീയ നേതാക്കളെ മാത്രമേ കേരളത്തിലെ ജനങ്ങൾ കണ്ടിട്ടുള്ളൂ. അതിൽ നിന്നൊക്കെ വിപരീതമായി ചെയ്യാൻ കഴിയാത്ത കാര്യത്തിനും ചെയ്യാൻ കഴിയില്ല എന്ന് കൃത്യമായി പറയുന്ന ഒരു നേതാവിനെ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതാണ് സുരേഷ് ഗോപിയുടെ പല പ്രവർത്തനങ്ങളിൽ സുരേഷ് ഗോപി പറയുന്ന. ഇപ്പോൾ തൃശ്ശൂരിൽ വികസനം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സുരേഷ് ഗോപി MP ഫണ്ട് ഉപയോഗിച്ച് കൃത്യമായ വികസനം അവിടെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ വികസനത്തിനപ്പുറം ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാൻ സുരേഷ് ഗോപിക്ക് എത്രത്തോളം കഴിഞ്ഞു എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. ഇപ്പോൾ BJPക്ക് അകത്തുള്ള പലരും പറയുന്നത്, BJPക്ക് അകത്തുള്ളവർ വരെ പറയുന്നത് കേൾക്കാം, സുരേഷ് ഗോപി ഇപ്പോഴും സിനിമാ നടനാണ്, സിനിമയിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ടില്ല എന്നുള്ളത്, അദ്ദേഹം രാഷ്ട്രീയക്കാരനായിട്ടില്ല എന്നുള്ളത്. അത് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു യഥാർത്ഥ നേതാവായതുകൊണ്ടാണ് പലർക്കും അത് ഫീൽ ആവാത്തത് എന്നുള്ളതാണ്. ഇവിടെ BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ഒരു വലിയ വെല്ലുവിളി ഉയർത്തുന്ന, അല്ലെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ഒരു വലിയ കടമ്പ എന്നുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ തരത്തിൽ മുന്നേറാൻ കഴിയുമോ അതിനെ തലസ്ഥാനത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങളിതാ 46 വർഷം തലസ്ഥാനം ഭരിച്ച CPM-ൽ നിന്ന് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് അത് പിടിച്ചെടുത്ത് മാസങ്ങൾ മുൻപേ തലസ്ഥാനം ഞങ്ങൾ ഏതൊക്കെ തരത്തിലാണ് വികസിപ്പിക്കാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് മുന്നിട്ട് വെച്ച് വേണം BJPക്ക് മുന്നോട്ട് പോകാൻ. പിന്നെ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷം നേരിടുന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസുകൾ, രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട കേസുകൾ, പുതുയുഗ യാത്രയിൽ ഉണ്ടായ സംഭവ വികാസങ്ങളൊക്കെ BJPയെ സംബന്ധിച്ചിടത്തോളം BJP അതൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ്. പ്രത്യേകിച്ച് VD സതീശന്റെ SDP-യുടെ സ്നേഹം എന്നുള്ളത് എല്ലാവരും കണ്ടതാണ്. ന്യൂനപക്ഷങ്ങളെ മാത്രമാണ് ഞങ്ങൾക്ക് വിശ്വാസം, ന്യൂനപക്ഷങ്ങൾ മാത്രമാണ് ഞങ്ങൾക്കൊപ്പമുള്ളത്, ഭൂരിപക്ഷം എങ്ങനെയാണെങ്കിലും വോട്ട് ചെയ്തോളും, ഭൂരിപക്ഷത്തെ ഞങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭൂരിപക്ഷത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു വർഗീയ നിലപാട് സതീശൻ സ്വീകരിക്കുന്നുണ്ട്. ആ നിലപാട് മാത്രമല്ല SDP-ക്ക് ഇത്തവണ 5 സീറ്റ് നൽകാം എന്നുള്ള ഒരു നിലപാട്. ഇതൊക്കെ ജനങ്ങൾ കൃത്യമായി കാണുന്നുണ്ട്. ഇപ്പോൾ അവിലും മലരും കാത്തുവച്ചോളൂ നിന്റെയൊക്കെ കാലന്മാർ വരുന്നടാ എന്ന് പറഞ്ഞവരെ ചേർത്ത് പിടിക്കുന്ന ഒരു നിലപാട് കേരളത്തെ അല്ലെങ്കിൽ ഇന്ത്യയെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റാൻ എടുക്കുന്ന നിലപാടുകൾ. അപ്പൊ ഇത്തരം നിലപാടുകൾക്കൊപ്പം സതീശൻ നിൽക്കുന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് തന്നെ പല തലവേദനയാണ്. ഇപ്പുറത്ത് നോക്കുമ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം ശബരിമല കൊള്ളയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു കടക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിലെ വലിയ കൊള്ള പുറത്തു വരുന്നത്. ഇത് വലിയ രീതിയിൽ ഇടതുപക്ഷത്തെയും പ്രതിപക്ഷത്തെയും വല്ലാതെ പിടിച്ചുലയ്ക്കുന്നുണ്ട്. ഇത് ഒരു മുതലായി എടുത്തുകൊണ്ട് BJP ഇതിലേക്ക് എങ്ങനെയാണ് ഇറങ്ങുന്നത്, ഇതിനെ എങ്ങനെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ പോകുന്നത് എന്നൊക്കെയുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും VV രാജേഷിന്റെ മുന്നേറ്റം BJPക്ക് വലിയ വിജയം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിക്കൊടുക്കും എന്ന് തന്നെയാണ് ഈ പാർട്ടിക്കകത്തുള്ളവരും ജനങ്ങളുമൊക്കെ ഒന്നാകെ പറയുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.